അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 139. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരാൾ ആ നബി തങ്ങളൊട്ടിಗೆ സ്വർഗ്ഗത്തിലേക്ക് പോകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോ പ്രേമിക്കുമ്പോ ആ നബിത്തങ്ങളുമായി ബന്ധപ്പെട്ട ಎಲ್ಲತ್ತೊಟ್ಟಿಗೆയും സ്നേഹവും പ്രേമവും ഇക്കണു. അത് ഇക്കിട് യഥാർത്ഥ സ്നേഹം ഉണ്ടായെങ്കിൽ ഇക്കിടുന്ന് ചൊല്ലക്ക് സംശയമേ ഇല്ല. സ്നേഹം ചൊന്നെങ്കിൽ വെറും പ്രവർത്തിക്കൽ അമൽ ആക്കൽ മാത്ര അല്ല, കർമ്മ നിർവഹണ മാത്ര അല്ല, അത് മനസ്സിലൊൾക ബണ്ടങ്കത്തെ വലിയ അതിൽ വിശദീകരിക്കോ സാധ്യയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്നേഹ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ ഉണ്ടായിട്ടുണ്ടായെങ്കിൽ നബിത്തങ്ങളുമായി ബന്ധപ്പെട്ട ಎಲ್ಲത്തെയും അവൻ പ്രേമിക്കട സ്നേഹിക്കടാൻ ചൊല്ലക്ക് സംശയമേ ഇല്ല. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ബന്ത് അത് സൗബാൻ റളിയല്ലാഹു അൻഹു ഉണ്ടു വിശദീകരണത്തിൽ കാണ്ട്. ആ സൗബാൻ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലായിട്ടിന്നങ്കത്തെ സൗബാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുട്ട ബന്ത് ചൊല്ലു, യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വമാലി. നബിയെ, നിങ്ങ നക്ക് നന്റെ കുടുംബത്താട്ടി നന്റെ സ്വത്തരാട്ടി നക്ക് വലിയ പിർസ നിങ്ങളൊട്ടിಗೆ. ಇನ್ನೀಲ ಅದ್ಕುರುಕ നബിയെ, നിങ്ങളെ നാൻ അപ്പപ്പ ನೆನಚോണ്ടിക്കടെ ഓർമ്മയോണ്ടിക്കടെ നിങ്ങളെ. പക്ഷെ ഫമ അസ്ബിറു, നിങ്ങളെ നോക്കാണ്ട് നക്ക് സാധ്യമല്ല. മഹബത്തിന് ചൊന്നെങ്കിൽ വെറും പ്രവർത്തന അമലുണ്ട് മാത്ര ചൊല്ലങ്കെത്ത ആൾമാർ ഈ സംഭവത്തെല്ലാം എന്തിനാക്കുവാറ അള്ളാഹു അലം. ഇവിടെ സൗബാൻ റളിയല്ലാഹു ചൊല്ല സ്വഹാബി ചൊല്ലെ ഈ സ്വഹാബിക അർത്ഥാവത്തങ്കെത്ത മഹബത്ത എന്തത്തെ മോഡേൺ ആൾമാർക്ക് അർത്ഥായോണ്ടുള്ളേ. സൗബാൻ റളിയല്ലാഹു ചൊല്ലു, നബിയെ, നിങ്ങളെ നക്ക് അപ്പപ്പ ഓർമ്മയോണ്ടിക്കത് നക്ക് ക്ഷമിക്കൂ സാധ്യാവുള്ള ഓടിയോണ്ട് നാ വണ്ട ഹത്താജിയ നിങ്ങളെ മുട്ട വന്നിട്ട് ഫഅൻദുറയിലേക്ക് അൽഹംദുലില്ലാ, നിങ്ങളെ നോക്കുമ്പോ നക്ക് വലിയ സന്തോഷ, നന്റെ കൺകുളിർക്കിട്, നന്റെ കൽബ് സമാധാന ആവുdu നബിയെ. വ ഇന്നി ദക്കർതു മൗതി, അങ്ങനെ സൗബാൻ റളിയല്ലാഹു ബുൾപുട്ടുകൊണ്ടു ഞാൻ നന്റെ മരണത്തെ ഓർത്തെ. വ മൗതക, നിങ്ങും വഫാത്താവുdu ನಾನು ഓർത്തെ നബിയെ. അങ്ങനെ ഫഅറഫ്തു, ഞാൻ മനസ്സിലാക്കി, അന്നക ഇദാ ദഖൽതൽ ജന്ന, നിങ്ങ സ്വർഗ്ഗത്ത് കടന്നെങ്കിൽ റുഫിഅതമാൻ നബിയന, നിങ്ങ വലിയ സ്ഥാനത്തിക്കടാറ്. ഇനി വൈന്ദഹൽത്തു, അവിടുക്ക് ನಾನು കടന്നാണ്ടും വിചാരിക്ക, സ്വർഗത്തുക്ക് ನಾನು കടന്നെങ്കിലും ലാറാക്ക, നിങ്ങളെ നക്ക് അവിടെ കാണുക സാധ്യാവില്ലല്ലേ. അങ്ങനെയാണ് നക്ക് വലിയ ബേജാറ് നബിയെ എന്നിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു ചൊന്നോണ്ടുണ്ടു. അപ്പോഴാണ് പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങടെ, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ ചൊല്ല സൂറത്തുൻ നിസായുടെ 69ാമത്തെ ആയത്ത് അപ്പോഴാണ് ഇറങ്ങടെ. അപ്പൊ സൗബാൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി എങ്കത്തെ മഹബത്ത് നോക്കോർ നിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ച് സ്നേഹിച്ചിട്ട് വെറും ഔത്തിലെ അയാൾക്ക് നിസ്കരിച്ചോണ്ടും നോമ്പ് നോക്കിക്കൊണ്ട് നിൽക്കന്ത്. പക്ഷെ അയാൾ മനസ്സിലാക്കിയ സ്നേഹവും പ്രേമവും അതല്ല. അയാളെ മനസ്സിൽ യഥാർത്ഥ സ്നേഹം വന്നപ്പ നബിത്തങ്ങളെ കണ്ടില്ലെങ്കിൽ സാധ്യയില്ല. അതുപോലെ മുഹിബീങ്ങക്ക് നബിത്തങ്ങളെ പ്രേമിക്കലെങ്കെത്ത ആൾമാർക്ക് അങ്ങ് നബിത്തങ്ങളെ റൗലത്ത് മുട്ട പോവാണ്ട് സാധ്യയില്ല, നബിത്തങ്ങൾക്ക് സലാം ചൊല്ലാണ്ട് സാധ്യയില്ല. അവിടെ പിന്നെ എന്തൊരു തെളിവുണ്ടോ ആ തെളിവുണ്ട ഈ തെളിവുണ്ടാണ് കേട്ടെങ്കിൽ ഈ മുഹിബീങ്ങക്ക് ആഷിഖീങ്ങക്ക് അവിടെ അങ്ങ് തെളിവ് ചൊല്ലകൊന്നും നിൽക്കാല, കേട്ടോണ്ട മുഖത്ത് നോക്കി ചിരിച്ചിട്ട് മുന്നോൾ പോവാറ്. കാരണം ഇത് കൽബുടെ കണക്ഷൻ ആയിട്ടിക്കിട്. അവിടെ നിന്റെ ഈ പ്രസംഗമ ബാക്കി എന്തും അവിടെ ഫല കാട്ടില്ല. കാരണം മഹബത്തിന് ചൊല്ലത് അതായിട്ടിക്കിട്. അപ്പൊ സ്നേഹിക്കിടങ്കത്തെ പ്രേമിക്കിടങ്കത്തെ യഥാർത്ഥ മനസ്സ് നമുക്ക് വേണു. ഇവിടെ സൗബാൻ റളിയല്ലാഹു അൻഹു ഒന്തില്ലാത്തങ്കത്തെ മഹബത്ത്. അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒന്തില്ലാത്തങ്കത്തെ മഹബത്ത്. 1000ഓളം കിതാബ് എഴുതിയെങ്കത്തെ അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അയാളെ ഗെറയെല്ലാം നോക്കിയെങ്കിൽ ഇങ്ങ 1000 വട്ടം മുശ്രിക്കുണ്ട് ചെല്ലുവാർ. അങ്ങനത്തെ വലിയ മഹാൻ അങ്ക് കൊന്തില്ലാത്തങ്കത്തെ ഷിർക്കും തൗഹീദും മഹബത്തും. അതുപോലെ തന്നെ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാൻ ഗൊന്തില്ലാത്തങ്കത്തെ തൗഹീദ ഇന്തത്തെ ഈ എന്തും തെരിയാത്തങ്കത്തെ പൊട്ടു ആൾമാർ ഗൊന്ത അവിടെ നമുക്ക് അത്ഭുതമായി പോണ്ടു. അതുപോലെ എത്ര മഹാന്മാരെ കഥയും സംഭവ നമുക്ക് കാണാവൂ സാധ്യാവുdu. ഇമാം യാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെയുള്ള പഠിപ്പാട്ടിങ്കത്തെ തൗഹീദും മഹബത്തും അതാണ് യഥാർത്ഥ ഇസ്ലാം. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ മുട്ട ഇങ്ങനെ തല വെച്ചിട്ടിരിക്കുമ്പോഴാണ് മർവാൻ ചൊല്ല രാജാവ് നിങ്ങൾ എന്തൊരു സ്വറാക്കിക്കൊണ്ടുള്ളവരെന്ന് കേൾക്കുമ്പോ അയാൾ ചൊല്ലം ആത്തിൽ ഹജർ, നാ കല്ലിട മുട്ട വന്നരല്ല. അയാൾ കേക്കിട് പിന്നെ ഹൽ തദ്രി മാ തസ്നൗ, എന്തൊരാക്കിക്കൊണ്ടുള്ളേ നീ കൊന്തുണ്ടയിപ്പ നബി തങ്ങളെ കബറുക ഇങ്ങനെ പിന്നെ തല വെച്ചിടാറല്ല എന്ത് സ്വറാക്കടേന്ന് കേട്ടപ്പോഴാണ് ഇയാൾ ചൊല്ല നാം ഞാൻ എന്തൊരാക്കടേന്ന കൊന്തുണ്ടു ലമാത്തിൽ ഹജർ,
ನಾ ಕಲ್ಲಿಡ ಮುಟ್ಟ ಬಂದರಲ್ಲ ವೈನ್ನಮ ಆತೈತು ರಸೂಲಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಾನು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ തങ്ങളെ മുട്ട വന്നരെ ಅಂತ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ട്. അപ്പൊ ആ കേൾക്കട ഫമൻ യതീനാ ബി തൗഹീദിൻ ലം യഅരിഫുഹു അബൂ അയ്യൂബുൽ അൻസാരി അബൂ അയ്യൂബുൽ അൻസാരി ಗೊಂತಿಲ್ಲ ತಂಕೆತ್ತರು ತೌಹೀದ್ ಅಬೂ ಅಯ್ಯೂಬುಲ್ ಅನ್ಸಾರಿ ಗೊಂತಿಲ್ಲ ತಂಕೆ ಆ സ്വഹാബിക്ക് ಗೊಂತಿಲ್ಲ ತಂಕೆತ್ತ നബി തങ്ങ മക്കത്ത മദീനത്തേക്ക് പോയപ്പ ദെക്കൊgu സെലക്ട് ആക്കിയെങ്കിൽ തവ മഹാന്റെ അവായിട്ടിക്കട് അത്രയും വലിയ മഹാനായ സ്വഹാബി ആ സ്വഹാബിക്ക് ಗೊಂತಿಲ್ಲ ತಂಕೆത്തെ മഹബത്തും പിന്നെ ഷിർക്കും തൗഹീദ ഇന്റെ താൽമാರು ಗೊಂತುಳ್ಳೆ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് പ്രേമിച്ചിട്ട് ചെന്നെങ്കിൽ അതിനർത്ഥ വെറും നിസ്കരിച്ചിട്ട് നോമ്പ് നോക്കിത്ത് പിന്നെ സുന്നത്ത് മാത്ര പാലനാക്കിത്ത് ಅಂತಲ್ಲ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ദെച്ച അവിടെ ദെച്ചിത്ത് നബി തങ്ങ നിണ്ടെങ്ക അവിടെ നിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഏത് തെരಲು നടന്നമ്മ ആ തെരಲು നടക്കട് ആ തെരಲು നടന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെങ്കിലും ദെച്ചിട്ടിന്നെങ്കിൽ അവിടെ മൂപ്പർ പോയിട്ട് ദെക്കട് നബി തങ്ങ ഏതെങ്കിലും മരത്തായിട്ട് ദെച്ചിട്ടിന്നെങ്കിൽ അവിടെ പോയിട്ട് ദെക്കട് ആൾമാർ കേൾക്കുവാറോ സ്വഹാബിങ്ങൾ നീ എന്തൊരു സ്വറാക്കടെ നിങ്ങൾക്ക് ഈ തെരലെ നേരെ നടന്നു പോവാന്തല്ല നീ എന്ത് അങ്ങനെ വക്രായിട്ട് അപ്പുറത്തെ സൈഡിലെ പോയെന്ന് കേട്ടപ്പ അയാൾ ചൊല്ലെ നക്കെന്തും കൊന്തില്ല നാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പോയോണ്ടിരിക്കുമ്പോ നബി തങ്ങ അങ്ങനെ പോയിട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. അപ്പൊ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എങ്ങനെ ആക്കിയത് എങ്ങനെ നടന്ന് അങ്ങനെ നടക്കടെ എവിടെ തെച്ചിട്ട് അവിടെ തെക്കടെ എവിടെ കിടന്ന് അവിടെ കിടക്കടെ. അപ്പൊ പൂർണ്ണമായും അനുകരണയും പിന്നെ മഹബത്തും പ്രകടാക്കിയ ആളാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അതാണ് യഥാർത്ഥ മഹബത്തും യഥാർത്ഥ സ്നേഹവും. അപ്പൊ അതുള്ള ആൾമാർക്ക് ഒരിക്കലും പിന്നെ അതിൽ നിഷേധിക്കൂ സാധ്യമേ ഇല്ല. അപ്പൊ ചെന്ന് വന്നുകൊണ്ടുള്ള ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക്കുള്ള മഹബത്തും സ്നേഹ എന്തിനേന്ന് ചൊന്നിട്ടു നമുക്ക് മഹാന്മാർ പടിപാട്ടി തന്നറാറ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദഫനാക്കിയിട്ട് അനസ് റളിയല്ലാഹു അൻഹു എല്ലാം ബന്നപ്പ കേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേളില് കബറുക്ക് ഇങ്ങനെ മണ്ണ് കോരിയിടും നിങ്ങക്ക് മനസ്സ് ബന്തല്ലേ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കബറിനെ മണ്ണെടുത്തിട്ട് മഹദിയുടെ കണ്ണ് കിട്ടിട്ട് കരഞ്ഞിട്ട് ബേജാറായിട്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഹബത്ത് നിങ്ങൾ നോക്കൂ. അവിടെ നിസ്കരിച്ചോണ്ട് നോമ്പെടുത്തോണ്ട് തെക്കന്ത്. പക്ഷെ മഹബത്തിന് ചൊന്നെങ്കിൽ അതല്ല, മനസ്സിൽ വലിയ പ്രേമ എപ്പോഴും ഞാൻ സ്നേഹിക്കിടെങ്കത്തെ ആളെ നെനപ്പ് നക്കുന്ന ആയോണ്ടിക്കിട് അയാളെ ഞാൻ എപ്പോഴും കാണുക ശ്രമിച്ചോണ്ടിക്കിടെ കൊച്ചോണ്ടിക്കിടെ അതാണ് വാസ്തവത്തിൽ മഹബത്ത്. അവിടെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊല്ലെ